السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ഉസൂലുസ്സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാനങ്ങൾ എന്നൊരു ചെറു കൃതിയാണ് നമ്മൾ വായിച്ചു പോരുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അവസാനത്തെ ക്ലാസ്സിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതായി നാം വായിച്ചത്, വമിന സുന്നത്തിൽ ലാസിമ അല്ലതി മൻ തറക മിൻഹാ ഖസ്ല ലം യഖ്ബൽഹാ വയുമിൻ ബിഹാ ലം യകുൻ മിൻ അഹ്ലിഹാ. സുന്നത്തിൽ വളരെ പ്രധാനപ്പെട്ട അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്. അതാരെങ്കിലും സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവൻ പിന്നീട് അഹ്ലുസുന്നയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അവൻ അഹ്ലുസുന്നത്തിൻ്റെ വൃത്തത്തിൽ നിന്നും പുറത്തേക്ക് ബിദ്അത്തുകാരനായി തീരും എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യമായി ആരംഭിച്ചത് ഖദറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീ വൽ ഈമാനു ബിഹാ ലാ യുഖാലു ലിമാ വലാ കൈഫ് ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ. ഖദറിൻ്റെ ഖൈറിലും ഷർറിലുമൊക്കെ ഒരാൾ വിശ്വസിക്കലാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളും ഒരാൾ സത്യപ്പെടുത്തുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതെന്താണ് ഇങ്ങനെ, അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ പാടില്ല തന്നെ. ഇന്നമാ ഹുവ തസ്ദീഖു വൽ ഈമാനു ബിഹാ. നമ്മൾ ചെയ്യേണ്ടത് കേട്ട വാർത്തകൾ സത്യപ്പെടുത്തുകയും അത് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ഖദറിൻ്റെ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് ഇമാം അഹ്മദ് റഹിമഹുല്ല വീണ്ടും ഇത്തരം ഹദീസുകളോട് എങ്ങനെയാണ് നമ്മുടെ സമീപനം ഉണ്ടായിരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് അറിയിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പാഠങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അഥവാ ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടാൽ, ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ ഖുർആനിലുണ്ട് എന്നൊരാൾ കൃത്യമായി അയാൾക്ക് മനസ്സിലായി, ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നൊരാൾക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അവൻ അതെൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, എനിക്കത് ആലോചിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന ന്യായങ്ങൾ പറഞ്ഞത് ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ബുദ്ധിക്ക് എതിരാകുന്നതൊന്നും ഖുർആനിൽ ഉണ്ടാവുകയില്ല, ഹദീസിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ദുർവ്യാഖ്യാനിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുക എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതല്ല. അതുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്തു ചെയ്യണം എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഖാല റഹിമഹുല്ലാഹു തആല വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസി വയബ്ലുഗുഹു അഖ്ലു ഫഖദ് കുഫിയ ദാലിക് വഉഹ്കിമ ലഹു ഫഅലൈഹി അൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു മിസ്ലു ഹദീസു സാദിഖിൽ മസ്ദൂഖ് വമിസ്ലു മാ കാന മിസ്ലുഹു ഫിൽ ഖദർ വമിസ്ലു അഹാദീസിർ റുഅയതി കുല്ലിഹാ വഇൻ നബത അനിൽ അസ്മാഇ വസ്തൗഹശ മിൻഹൽ മുസ്തമിഉ وإنما عليه الإيمان بها وأن لا يرد منها حرفا واحدا وغيرها من الأحاديث المأثورات عن الثقات. അദ്ദേഹം പറയുന്നത്, ആർക്കെങ്കിലുമൊക്കെ ഒരു ഹദീസ് അതിൻ്റെ യഥാർത്ഥ തഫ്സീർ എന്താണ്, വിശദീകരണം എന്താണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അവൻ്റെ ബുദ്ധി കൊണ്ട് അത് പൂർണ്ണമായി ഗ്രഹിച്ചെടുക്കാനും അവൻ സാധിക്കുന്നില്ല എങ്കിൽ അവനത് മതിയായതാണ്. ചില ഉലമാക്കൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഫഖദ് കുഫിയ ദാലിക് എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം അബൂ യഅല റഹിമഹുല്ല വിശദീകരിച്ചിട്ടുണ്ട്. ഫഖൗലു അഹ്മദ്, ഇമാം അഹ്മദിൻ്റെ ഈ വാക്ക്, വമൻ ലം യഅരിഫ് തഫ്സീർ അൽ ഹദീസി വയബ്ലുഗുഹു അഖ്ലു ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു മഅനാഹു. ആർക്കെങ്കിലും ഹദീസ് ലഭിച്ചിട്ട് അതിൻ്റെ വിശദീകരണങ്ങൾ മനസ്സിലായിട്ടില്ല, അവൻ്റെ ബുദ്ധി അതിലോട്ട് എത്തുന്നുമില്ല, അവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എത്താൻ പറ്റാത്തതിൻ്റെ അപ്പുറത്താണ്, അതെങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇതെങ്ങനെ ഇത് ശരിയാകും എന്നവൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു മഅനാഹു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമായി അബൂ യഅല റഹിമഹുല്ല പറയുന്നത്, ഖദ് കഫാഹു ദാലിക അഹ്ലുൽ ഇൽമി വഅഹ്കമു ലഹു ഇൽമുഹു ഫദുല്ല അല തഫ്സീർ. ഇതിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാർ എന്ത് വിശദീകരണം നൽകി എന്നത് നോക്കിയാൽ അവന് മതിയായതാണ്. അവർ നൽകുന്ന വിശദീകരണം തന്നെ അവന് മതിയായതാണ്. അതല്ലാതെ ഓരോ സാധാരണക്കാരനും എനിക്ക് ഈ പറയുന്ന ഹദീസിൻ്റെ വിശദീകരണം കിട്ടണം എങ്കിലേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ എന്ന ധാർഷ്ട്യം അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല.
എല്ലാ ഹദീസും എനിക്ക് മനസ്സിലാക്കണം. അതായത് ഇവൻ്റെ വിചാരം ഞാൻ വലിയ അല്ലാമയാണ്, എനിക്കിതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകേണ്ടതാണ്, എന്തുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ഇവൻ ചിന്തിക്കുന്നത്. അതും കേവലം അറബി ഭാഷ പോലും അറിയാത്ത ആളുകളുടെ വായിൽ നിന്നാണ് ചിലപ്പോൾ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാകാറുള്ളത്. എങ്ങനെ ഈ ഹദീസ് ശരിയാകുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എങ്ങനെ ഇതിന് ശരിയാകും? ഇത് ഖുർആനിനെതിരല്ലേ? ഇത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഗ്രഹിക്കാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് സ്വീകാര്യോഗ്യമല്ല എന്ന് പറയുന്ന ഈ ആളുകൾക്ക് ഇമാം അഹ്മദ് റഹിമഹുള്ള പറഞ്ഞു തരികയാണ്, അവൻ അഹ്ലുൽ ഇൽമി ഈ വിഷയത്തിൽ പറഞ്ഞ അഭിപ്രായങ്ങൾ മതിയായതാണ്. ചിലപ്പോൾ മുൻഗാമികൾ ഇജ്മാ ഉദ്ധരിച്ച വിശദീകരണം വിഷയമായിരിക്കാം, പക്ഷേ ഇവൻ ഇതിൻ്റെ ഹദീസ് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനോ അതിന് കൃത്യമായ വിശദീകരണങ്ങൾ നൽകാനോ അവർക്ക് യാതൊരു പ്രയാസവുമുള്ള കാര്യമല്ല, അവർക്കതിന് സാധിക്കുന്നതാണ്. അതുകൊണ്ട് അത് സാധിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനവൻ അങ്ങോട്ട് കീഴൊതുങ്ങുക എന്നതാണ് അവൻ ചെയ്യേണ്ടത്, അതല്ലാതെ അതിനെ നിഷേധിച്ച് തള്ളുകയല്ല എന്നാണ്. ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇമാം അഹ്മദ് റഹിമഹുല്ല പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മിസ്ലു ഹദീസു സാദിഖുൽ മസ്ദൂഖ്. ഹദീസു സാദിഖുൽ മസ്ദൂഖ് എന്നറിയപ്പെടുന്ന ഹദീസുണ്ട്. ഈ ഹദീസിൽ ഒരു മനുഷ്യൻ്റെ ആദ്യ ഘട്ടം എങ്ങനെയാണ്, ഗർഭപാത്രത്തിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നൊരു വേള നമുക്ക് ഈ ഹദീസ് കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് നിഷേധികൾ വളരെ കുറവായിരിക്കും. കാരണം എന്താണ്, ഇന്ന് ശാസ്ത്രീയ ലോകത്ത് എന്താണോ ഹദീസിൽ വന്നത് അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അതല്ലെങ്കിൽ ശേഷക്കാരായ ആദ്യ നൂറ്റാണ്ടുകളുടെ കാലഘട്ടത്തിലൊന്നും ഇന്നീ പറയുന്നത് പോലെയുള്ള സ്കാനിങ്ങോ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങളും വ്യക്തമാകാനുള്ള വല്ല കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അതിൽ വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യൻ അവൻ ആദ്യം ഇന്ദ്രിയ തുള്ളികളായി 40 ദിവസം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുമെന്നും പിന്നീട് അത് ഭ്രൂണമായി തീരും, അലക്കയായി തീരുമെന്നും രക്തപിണ്ഡമായി തീരുമെന്നും പിന്നീട് അത് മാംസപിണ്ഡമായി തീരുമെന്നും മുതുകത്തായി തീരുമെന്നും പിന്നീട് അതിലേക്ക് റൂഹ് ഊതപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അന്ന് പറയുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുക. കാരണം ഇതൊന്നും അവൻ കാണുന്നില്ല, നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മനുഷ്യൻ്റെ ഗ്രൗത്ത് എങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, എന്താണോ ഖുർആനിൽ സ്ഥിരപ്പെട്ടത്, എന്താണോ ഹദീസിൽ സ്ഥിരപ്പെട്ടത്, അതുപോലെ തന്നെയാണ് ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയത് എന്നുള്ളത് ഇന്ന് ആളുകൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ വിഷയം അതല്ല. ഇതിലൊരു അടിസ്ഥാനം പറയുന്നുണ്ട്. ഈ ഒരു ഒറ്റ ഹദീസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏതൊരു ഹദീസ് ആകട്ടെ, അത് ശാസ്ത്രീയമായി കണ്ടെത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി, ഹദീസാണെങ്കിൽ അത് സ്ഥിരപ്പെട്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ പ്രാധാന്യം നോക്കേണ്ടത്. അതേപോലെ അഹ്ലുൽ ഇൽമി ഈ വിഷയത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു, നമ്മുടെ മുൻഗാമികൾ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു. കാരണം അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു വിഭാഗമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തൊട്ടേ ഉള്ള ആളുകളാണ്, സഹാബികളാണ് അതിൻ്റെ പ്രധാനികൾ, നേതാക്കന്മാർ അവരാണ്. പിന്നീട് അവരെ തുടർന്നു വന്ന താബിഈങ്ങൾ ഇങ്ങനെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കണ്ണിമുറിയാത്ത പരമ്പര അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്നതാണ്. അവർക്കൊരാൾക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അകത്തുള്ള ആളുകൾക്കോ പുറത്തുള്ള ആളുകൾക്കോ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് സാധിക്കുകയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കക്ഷിയാണ്, ഹിസ്ബുല്ലാഹ്, അള്ളാഹുവിൻ്റെ കക്ഷിയാണ് അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്താണ്. അതുകൊണ്ട് അവരുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണങ്ങൾ അതവന് മതിയായതാണ്, അതല്ലാതെ അതിനെ തള്ളിക്കളയുക എന്നുള്ളതല്ല. വമിസ്ലു മാ കാന മിസ്ലുഹു ഫിൽ ഖദർ, ഖദറിൻ്റെ വിഷയത്തിലും ഇതുപോലെ ഒരുപാട് ഹദീസുകൾ ഉണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് എന്ന രൂപത്തിലുള്ള ചിന്തകൾ അവന് ആവശ്യമില്ല. വമിസ്ലു അഹാദീസ് റുഇയതി കുല്ലിഹ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറയുന്ന ഹദീസുകളുണ്ട്. അപ്പം ഇതിനൊക്കെ ശുദ്ധ പ്രകൃതിയിലുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഒരു നല്ലൊരു സാധാരണമായ പുതുതായി ഒരു മുസ്ലിമായ ഒരാളോട് നമ്മളിത് പറഞ്ഞു കൊടുത്താൽ അവന് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് പറഞ്ഞാൽ അവനൊന്ന് വിശ്വസിക്കും, എന്താണ് യാതൊരു പ്രയാസവും, ദീനിൻ്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. പക്ഷേ ഈ ബുദ്ധി കൊണ്ട് അവൻ്റെ അതേപോലെയുള്ള ഫിലോസഫികൾ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുകയും ദീനിൻ്റെ കാര്യങ്ങളെ വിശദീകരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് ശരിയാവുകയില്ല. ഇതിങ്ങനെ വന്നാൽ അത് ശരിയാവുകയില്ല എന്ന് പറഞ്ഞ് അവർ തത്വങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ തത്വങ്ങളോട് യോജിക്കാത്തതായ കാര്യങ്ങളെ അത് ഖുർആനിൽ നിന്നാണെങ്കിൽ അതിന് ചിലപ്പോൾ ദുർവ്യാഖ്യാനിച്ചു കളയും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസുകളാണെങ്കിൽ അതിനെ ദുർബലപ്പെടുത്തുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക. എത്രത്തോളം ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുന്നു, വഇൻ നബത അനിൽ അസ്മാഇ വസ്തൗഹശ മിൻഹൽ മുസ്തമിഉഹു വഇന്നമാ അലൈഹിൽ ഈമാനു ബിഹാ വഅല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദൻ വഗൈരിഹാ മിനൽ അഹാദീസിൽ മഅ്സൂറാത്തി അൻ ഇസ്തിഖാം. അത് ചിലപ്പോൾ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഉൾക്കൊള്ളാൻ പറ്റാത്തതായ ഒരു അപരിചിത്വം നമുക്കതിനോട് തോന്നുക, നമുക്കതൊരു വഹ്ശത്ത് തോന്നുക, എന്താ അങ്ങനെ എന്ന് തോന്നിയാൽ പോലും അല്ലേ, നമ്മൾ പറയുന്ന കേൾക്കുന്ന നമുക്കും ഉണ്ടാകും ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതെന്താ അങ്ങനെ
എന്ന് തോന്നുന്നുണ്ടാകും. പക്ഷേ ഹദീസുകൾ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഹ്ലുൽ ഇൽം കൃത്യമായി അതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ വഇന്നമാ അലൈഹിൽ ഈമാനു ബിഹാ, അത് കൃത്യമായി വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് വേറെ ഒരു വകുപ്പില്ല. വഅല്ലാ യറുദ്ദ മിൻഹാ ഹർഫൻ വാഹിദൻ, ഒരു ഹർഫ് അതിൽ നീ തള്ളിക്കളയാൻ പാടില്ല. അതേപോലെ തന്നെ സ്ഥിരപ്പെട്ട വഗൈരിഹാ മിനൽ അഹാദീസിൽ മഅ്സൂറാത്തി അൻ സിഖാത്ത്, സിഖാത്തിൽ നിന്നും അഥവാ സ്വഹീഹായ ഹദീസ്, ശരിയായ പരമ്പരയോടുകൂടി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കേണ്ടത് ഖുർആനിൽ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ്. ഖുർആനിൽ എങ്ങനെയാണോ അത് അതേപോലെ തന്നെയാണ്. ഒരു നബി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച പ്രകാരം ഒരു മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെടുകയും ഒരുപാട് നേരം ആ മത്സ്യത്തിൻ്റെ അകത്തുണ്ടാവുകയും ചെയ്തു. ഒരു മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് ഒരു മത്സ്യത്തിൻ്റെ അകത്ത് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുക? അവിടെ ഓക്സിജൻ ഉണ്ടാകുമോ? അല്ലെങ്കിൽ മത്സ്യം പുറത്തുവിടുന്നതായ ഒരുപാട് മറ്റ് വാതകങ്ങൾ ഉണ്ടാവുകയില്ലേ? ഇതാൾ മരണപ്പെട്ടു പോവുകയില്ലേ? കടലിനകത്തേക്കല്ലേ മത്സ്യം മൂളിയിടുന്നത്? അപ്പോൾ മരിച്ചു പോകാനുള്ള സാധ്യത 99.99 എന്നൊക്കെ ഇവർ കണ്ടെത്തിയാലും ശരി, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞാൽ അതെങ്ങനെയാണോ നമ്മൾ വിശ്വസിക്കുന്നത് അതേപോലെ തന്നെയാണ് സ്വഹീഹായ ഹദീസിൽ. നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അങ്ങനെ ആവാൻ ശരിയില്ല, അതങ്ങനെ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയാൻ നമ്മൾ നിൽക്കരുത്. മറിച്ച് അത് സ്വഹീഹാണോ എന്ന് നോക്കുക. സ്വഹീഹാണെങ്കിൽ അഹ്ലുൽ ഇൽം, മഹാന്മാരായ ഉലമാക്കൾ അതിനെന്ത് വിശദീകരണമാണ് നൽകിയിട്ടുള്ളത് എന്ന് നോക്കുക. കാരണം അതിന് ദീനുൽ ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ഓരോ ഹദീസുകളെയും എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അതിൻ്റെ വിശദീകരണങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനത്തിലേക്ക് മടങ്ങുക എന്നുള്ള കാര്യമാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, തൗഹീദ് ലഭിച്ച എത്രയോ ആളുകൾ ഈ പറയുന്ന മഹാനവറുകളുടെ വാക്കുകൾ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോകുകയാണ്. കാരണം ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച ഹദീസുകളെ പോലും തള്ളിക്കളയാൻ അവർ മുതിർന്നിരിക്കുന്നു. അതോ ഏറ്റവും സഹീഹായ ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമാണ് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ സഹീഹുൽ ബുഖാരി. അതിലുള്ള ഹദീസുകൾ പോലും എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാൻ ചില ആളുകൾക്ക് യാതൊരു ഭയവും ഉണ്ടായിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ ഈ വാചകങ്ങൾ അവർ കേട്ടിരുന്നെങ്കിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അവർ കുറച്ചു നിൽക്കാമായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ദീനുൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാവുന്നതായിരുന്നു. പക്ഷേ അവർ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. അവരുടെ ഏറ്റവും വലിയ പ്രമാണം ഖുർആനും സുന്നത്തും തൻ്റെ ബുദ്ധിയുമാണ്. അത് പറയുന്നില്ല എന്ന് മാത്രം. ചില ആളുകൾക്ക് അങ്ങനെയാണ്, ഖുർആനും സുന്നത്തും എന്നാണ് പറയുന്നത്, അതിനൊരു ക്ലോസ് അവർക്കുണ്ട്, അതെൻ്റെ ബുദ്ധിയോട് യോജിക്കുകയാണെങ്കിൽ എന്നാണ്. ഖുർആനിനെ തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ച ചില ആളുകളുണ്ട്. അതല്ലെങ്കിൽ അവരുടേതായ വിശദീകരണങ്ങളൊക്കെ നൽകി അതിൽ നിന്നും തടി തപ്പിയ ആളുകളുണ്ട്. ഹദീസുകളാണെങ്കിൽ പിന്നീട് ഹദീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഖുർആൻ പോലെയൊന്നുമല്ല, അത് പിൽക്കാലത്തൊക്കെ 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിന് നമുക്കെല്ലാം സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയെ പൊളിച്ചു കളയുന്ന, യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഓറിയന്റലിസ്റ്റുകളും മറ്റുമൊക്കെ തുടങ്ങി വെച്ചിട്ടുള്ള ചില വസ്വാസുകൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ഹദീസിനോടുള്ള വിശ്വാസം ആളുകൾക്കിടയിൽ കുറക്കുകയും അങ്ങനെ അതിനെ പതിയെ തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളത്, സഹോദരങ്ങളെ, നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകളിൽ പോലും ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഖേദകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് അവർ അത്തരം കാര്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ സിഹറിൻ്റെ ഹദീസുകളെ തള്ളിക്കളയുക, കണ്ണേറിൻ്റെ ഹദീസുകളെ തള്ളിക്കളയുക, അതുമായി ബന്ധപ്പെട്ട് പിശാജ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്ന കാര്യത്തെ തള്ളിക്കളയുക, ഇതൊക്കെ മുൻഗാമികളായ അയിമ്മത്തുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാം സ്ഥിരപ്പെട്ട ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാം സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഇപ്പം ചില ആളുകൾ പറയും അതൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റിവെച്ചാൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നുന്ന അതല്ലേ നല്ലത്. ഇപ്പോൾ ജിന്നൊരാൾ ശരീരത്തിൽ കയറുന്നു വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം എന്താ നമ്മളെ തൗഹീദിന് നമുക്ക് തൗഹീദ് ഒന്നുകൂടി ഉറക്കല്ലേ? അതല്ലെങ്കിൽ കണ്ണേറ് ബാധിക്കുകയില്ല എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചാൽ അതിലെന്താ ഇപ്പോൾ ഒരു കുഴപ്പം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ജിന്നും പിശാജുമായി സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇപ്പോൾ കുഴപ്പം, നമുക്ക് വെറുതെ നേരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സഹോദരങ്ങൾ, അത് ശരിയല്ല. മറിച്ച് നാളിതുവരെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ പുറത്തേക്ക് പോവുകയാണ്. ഖുർആനിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഹദീസിൽ ഒരു കാര്യം സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതെനിക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല, എൻ്റെ ബുദ്ധിക്ക് അത് യോജിക്കുകയില്ല, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ അതൊന്നും പറയാൻ പാടില്ല, നമ്മളത് വേറെ നിലക്കതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. അത് സ്വഹീഹായ ഹദീസുകളെ തങ്ങളുടെ ബുദ്ധിക്ക് നോക്കി ബുദ്ധിയോട് യോജിക്കുകയാണെങ്കിൽ സ്വീകരിക്കുക, അതല്ലെങ്കിൽ തള്ളിക്കളയുക എന്ന് പറയുന്ന ഏറ്റവും വലിയ ബിദ്അത്തിലേക്കാണ് അവർ വീണുപോയിട്ടുള്ളത്. കാരണം ചില ആളുകൾ വിചാരിക്കാറുള്ളത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർഷാവർഷം നബിദിനം കഴിക്കുന്നത് മാത്രമാണ് ബിദ്അത്ത്, അതല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഹദ്ദാദ് കഴിക്കുന്നതാണ് ബിദ്അത്ത്, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ റാത്തീബുകളോ മറ്റോ ഒക്കെ കഴിക്കുന്നത് മാത്രമാണ് ബിദ്അത്ത്
എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർ മനസ്സിലാക്കുക, വിശ്വാസപരമായ ബിദ്അത്താണ് അമലിലുള്ള ബിദ്അത്തിനേക്കാളും ഗൗരവം. ഒരാൾ മഗ്രിബിന് ശേഷം ഹദ്ദാദ് കഴിക്കുന്നതിനേക്കാളും ഗൗരവമുള്ള കാര്യമാണ് ഒരാൾ സ്വഹീഹായ ഹദീസുകൾ ബുദ്ധിക്കനുസരിച്ച് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന നിലപാടെടുത്തുകൊണ്ട് സ്വഹീഹായ ഹദീസിനെ തള്ളിക്കളയുക എന്ന കാര്യം ഇതിനേക്കാളും അപകടമാണ്. ഇത് പലർക്കും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പലർക്കും അത് തിരിച്ചറിഞ്ഞിട്ട് ഇതിനേക്കാളും വലിയ അപകടമാണത്. രണ്ടും അപകടം തന്നെയാണ്, രണ്ട് ബിദ്അത്തും ദലാലത്ത് തന്നെയാണ്. പക്ഷേ ഏതാണ് കൂടുതൽ അപകടം എന്ന് ചോദിച്ചാൽ വിശ്വാസ കാര്യങ്ങളിൽ വരുന്ന ഇത്തരം കാര്യങ്ങളാണ്. അഥവാ ഹദീസുകളെ തള്ളിക്കളയുക, അതൊന്നും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ ബിദ്അത്ത് സഹോദരങ്ങളെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ, അതല്ലെങ്കിൽ സലഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് യോജിക്കുന്ന കാര്യമേ അല്ല. ചില ആളുകൾ ഒന്നുകൂടി ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് അങ്ങനെ സലഫികളെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മൻഹജു സലഫ് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അപകടം. അത് ഗൾഫിൽ നിന്നൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യമാണ്. അതല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ഇങ്ങനൊരു രീതിയേ ഇല്ല. ഞങ്ങൾ പണ്ട് ഈജിപ്തിൽ നിന്ന് വന്ന നമ്മൾ മനസ്സിലാക്കിയ ചില ബുദ്ധിക്കനുസരിച്ച് കൊണ്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇസ്ലാഹി പ്രവർത്തകരുടെ രീതിയിൽ പോകുന്നതാണ്. ഇതിപ്പോൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് പ്രശ്നം എന്നാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുക. ഈ പറയുന്ന ഹദീസുകൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളാണ്, 1400 വർഷം മുമ്പേ ഉള്ള ഹദീസുകളാണ്. അതല്ലാതെ പുതുതായി വന്നിട്ടുള്ള കാര്യമല്ല. ഇത് ഇത്രയും കാലം പഠിക്കാത്തതുകൊണ്ട് പഠിപ്പിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതല്ല എങ്കിൽ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളാകട്ടെ എല്ലാം പഴയതാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല നാം പറഞ്ഞില്ല, ഇത് ആദ്യകാലക്കാരിൽപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥമാണിത്. അദ്ദേഹം വളരെ കൃത്യമായി ഇത്തരം വിഷയങ്ങളിലെല്ലാം അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം വീണ്ടും അദ്ദേഹം ബിദ്അത്തുകാരോട് തർക്കിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ആവർത്തിക്കുകയാണ്. നോക്കൂ, ഈ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, വഅല്ലാ യുഖാസമ അഹദൻ വലാ യുനാദിറഹു വലാ യതഅല്ലമൽ ജിദാൽ. നിങ്ങൾ ഈ പറയുന്ന നിഷേധികളായ ഇത്തരത്തിലുള്ള ബിദ്അത്തുകാരോടൊന്നും നിങ്ങൾ തർക്കിക്കാനായിട്ട് പോകരുത്. അവരുമായി ഇങ്ങനെ വാദപ്രതിവാദങ്ങളും തർക്കം പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഫൈനൽ കലാമ ഫിൽ ഖദ്രി വറുഇയതി വൽ ഖുർആനി വഗൈരിഹാ മിനസ്സുനൻ മക്രൂഹുൻ വമൻഹിയുൻ അൻഹു. ഇത്തരം ഖദരിയാക്കളോടാകട്ടെ, അതല്ലെങ്കിൽ ഖൽഖുൽ ഖുർആനിൻ്റെ വാദമുള്ള ആളുകളാകട്ടെ, അതല്ലെങ്കിൽ ഈ പറയുന്ന ചില സുന്നത്തിൽ നിന്നൊക്കെ പഴിച്ചുപോയ ആളുകളോടൊക്കെയുള്ള അത്തരക്കാരോടുള്ള സംസാരം അത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഒഴിവാക്കേണ്ട കാര്യമാണ്. ലാ യകൂനു സാഹിബുഹു വൈൻ അസാബ ബി കലാമിഹി അസ്സുന്ന മിൻ അഹ്ലി സുന്ന ഹത്താ യദഅൽ ജിദാല വയുസല്ലിമ വയുഅ്മിൻ ബിൽ ആഥാർ. അദ്ദേഹം പറയുന്നത് ഒരാൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ആവുകയില്ല. വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവൻ അഹ്ലുസുന്നത്തിൻ്റെ ബാക്കിയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടായാലും ശരി, അവൻ ബിദ്അത്തുകാരോട് ഈ പറയുന്ന തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള കാര്യം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അവൻ സുന്നത്ത് ജമാഅത്തിൻ്റെ കാര്യം പറഞ്ഞാലും ശരി, തൗഹീദും സുന്നത്തും ഒക്കെ പറഞ്ഞാലും ശരി, ഇത്തരം തർക്കവിതർക്കങ്ങൾ അവൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ അവൻ അഹ്ലുസുന്നത്തിൽ ഉൾപ്പെടുകയില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത്. ലാ യകൂനു സാഹിബുഹു വഇൻ അസാബ ബി കലാമിഹി അസ്സുന്ന മിൻ അഹ്ലി സുന്ന ഹത്താ യദഅൽ ജിദാൽ. ഈ ജിദാലുകളൊന്നും ഉപേക്ഷിക്കാതെ ഒരാൾക്ക് സാഹിബ് സുന്നയായി നിലകൊള്ളാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചു, എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് അതേപോലെ കേൾക്കുകയും നമ്മൾ അതേപോലെ വിശ്വസിക്കുകയും ചെയ്യുക. അതിന് വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കി അവരോട് തർക്കിച്ച് ഫിലോസഫികളൊക്കെ പഠിച്ച് ആ രൂപത്തിലൊക്കെ തർക്കിക്കാം എന്നൊരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാർഗമല്ല എന്നുള്ള കാര്യം അദ്ദേഹം വീണ്ടും അത് നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തരികയാണ്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക. ശേഷം സഹോദരങ്ങളെ, അദ്ദേഹം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അടിസ്ഥാനമാണ്. വളരെ പ്രധാനപ്പെട്ട ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ പേര് തന്നെ പലപ്പോഴും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പലപ്പോഴും ചരിത്രത്തിലൂടെയും മറ്റുമൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. അഥവാ ഖൽഖുൽ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് എന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനം പറഞ്ഞതിൻ്റെ കാരണത്താൽ ഭരണാധികാരികളിൽ നിന്നും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള മഹാനായ ഇമാമാണ് അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ആ വിഷയമാണ്, ആ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന കാര്യത്തെക്കുറിച്ചാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹം അത് പറയുന്നത്. ഇന്നും ഈ പറയുന്ന പിഴച്ച വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. ഷിയാക്കളിൽപ്പെട്ട റാഫിദകളായ ആളുകൾക്ക് അവരിൽ ചിലർക്ക് ഈ വിശ്വാസമുണ്ട്. ഇബാദികളായിട്ടുള്ള ആളുകൾക്ക്, അത് ഒമാനിലും മറ്റുമൊക്കെയുള്ള പല ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇബാദികൾ എന്നറിയപ്പെടുന്ന ആളുകൾ, പല പണ്ഡിതന്മാരും അത്തരക്കാരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല എന്ന് തന്നെ മഹാന്മാരെ ഉലമാക്കൾ അത് ഫത്വ നൽകിയിട്ടുള്ള കാര്യമാണ്. അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല. കാരണം അത്രയും പിഴച്ച വിശ്വാസങ്ങൾ പേറുന്ന ഒരു വിഭാഗമാണ് ഒമാനിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന ഇബാദികൾ എന്ന് പറയുന്ന ആളുകൾ. അവർക്കുള്ള വിശ്വാസങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഖൽഖുൽ ഖുർആൻ. അത് ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ
സംസാരമല്ല എന്നുള്ള കാര്യം. ഇമാം അഹ്മദ് റഹിമഹുല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശേഷം അദ്ദേഹം പറയുന്നത്. ഖാല റഹിമഹുല്ല വൽ ഖുർആനു കലാമുല്ലാഹ് വലൈസ ബിമഖ്ലൂഖ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. വലൈസ ബിമഖ്ലൂഖ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല. ആകാശഭൂമികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. സൂര്യനും ചന്ദ്രനും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിയാണ്. അല്ല, നാം ഈ കാണുന്ന സർവ്വ കാര്യങ്ങളും അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾ മാത്രമാണ്. എന്നാൽ അതേപോലെ ഒരു സൃഷ്ടിയല്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ എന്ന് പറയുന്നത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചതാണ്. അള്ളാഹുവിൻ്റെ കലാമാണ്, അവൻ്റെ സിഫത്താണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അവൻ പടച്ചുണ്ടാക്കിയ ഒരു കാര്യമേ അല്ല. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വലാ യദ്അഫ് അൻ യഖൂല ലൈസ ബിമഖ്ലൂഖ്, അത് ലൈസ ബിമഖ്ലൂഖ്, അള്ളാഹു ഖുർആൻ കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരമാണെന്ന് പറഞ്ഞിട്ട് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് പറയുന്ന വാചകം പറയാൻ നീ ദൗർബല്യം കാണിക്കേണ്ടതില്ല. നീ മറിച്ചത് ഖുർആൻ കലാമുല്ലാഹ് ലൈസ ബിമഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ സംസാരമാണ്, അത് സൃഷ്ടിയല്ല എന്ന് തന്നെ ഉറച്ചു പറയേണ്ടതുണ്ട്. ഫൈന കലാമല്ലാഹി ലൈസ ബിബാഇനിൻ മിൻഹ്, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരം എന്ന് പറയുന്നത് അവനിൽ നിന്നും വേറിട്ട ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരമാണ്, അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് സംസാരിക്കും. അവനിൽ നിന്ന് വേറിട്ടിട്ടുള്ള അവൻ്റെ പടപ്പുകളല്ല, ഖാലിഖും മഖ്ലൂഖുമല്ല, അത് അള്ളാഹുവിൻ്റെ ഭാഗം തന്നെയാണ് അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത്. വലൈസ മിൻഹു ശൈഉൻ മഖ്ലൂഖ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരത്തിൽ ഒന്നും മഖ്ലൂഖായിട്ടില്ല. വഇയ്യാക വമുനാദറത മൻ അഹ്ദസ ഫീ, ഈ വിഷയത്തിൽ പല പുത്തൻവാദങ്ങളുമായി വന്നിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അവരോട് പോയി നീ മുനാദറകളിൽ ഏർപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് ഇത്തരക്കാരായ ആളുകൾ പുതിയ വ്യാഖ്യാനങ്ങളുമായി വരുമ്പോൾ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങൾക്കെതിരായ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? സുന്നത്ത് അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഖുർആനിൽ ഇങ്ങനെയാണ് തെളിവ്, ഹദീസിൽ ഇങ്ങനെയാണ് തെളിവ്, സ്വഹാബികൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മുൻഗാമികൾ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, അത് വിശദീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ അവരെ ഇരുത്തി, ആളുകൾക്കിടയിലിരുത്തി അങ്ങനെ അവരുമായി തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെട്ട് അവർ ഖുർആനെ ദുർവ്യാഖ്യാനിച്ച് ഒരു വാദം പറയുക, നാടൊട്ടാകെ കേൾപ്പിക്കുക, അവർ ഹദീസുകൾ ചിലതിനെ തള്ളിക്കളഞ്ഞ് ചിലതിനെ ദുർവ്യാഖ്യാനിച്ച് പറയുക, എന്നിട്ട് നമ്മളതിനെ ഖണ്ഡിക്കുക, ഇതല്ല അതിൻ്റെ രീതി. നമ്മൾ യഥാർത്ഥത്തിലുള്ള എന്താണോ ഈ വിഷയത്തിലുള്ള ഹക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. വഇയ്യാക വമുനാദറത മൻ അഹ്ദസ ഫീ, എത്ര തവണയാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല തർക്ക വിതർക്കങ്ങളെയും ഈ രൂപത്തിലുള്ള മുനാദറകളെയും സംവാദങ്ങളെയും എതിർത്തുകൊണ്ട് പറയുന്നത്. കാരണം ഇതിൻ്റെ അപകടം വലുതാണ്. പല ആളുകളും ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. കാരണം അവർ ചിന്തിക്കുന്നത് നമ്മൾ ബുദ്ധിപരമായി അതിനെ നേരിട്ടാൽ പോരെ, അതല്ല അതിൻ്റെ ശരിയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരുപാട് നമുക്കറിയാത്ത വിദൂര സാധ്യതയുള്ള അല്ലെങ്കിൽ ഭാവിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട്, നമുക്കറിയാത്തതായ ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഫിത്നയിൽ പെടുന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇന്നും നമ്മൾ നോക്കിയാൽ പല തർക്ക വിതർക്കങ്ങളും കൊണ്ടും പ്രത്യേകിച്ച് ഉപകാരങ്ങൾ ഉണ്ടാകാറില്ല എന്നുള്ളതാണ് വലിയ വസ്തുത. നമ്മൾ കാണുന്ന പല സംവാദങ്ങൾക്ക് ശേഷം രണ്ടു കൂട്ടരും CD ഇറക്കും, രണ്ടു കൂട്ടരും പറയും ഞങ്ങളാണ് ജയിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് ഇത് ആർക്കും മനസ്സിലാവുന്നില്ല. നടന്നിട്ട് അവരും CD ഇറക്കിയാൽ ഞങ്ങളാണ് ജയിച്ചത് എന്നിട്ട് അവർ പ്രചരിപ്പിക്കുകയാണ്. കാരണം കേട്ടു നോക്കുമ്പോൾ സാധാരണക്കാരനൊന്നും മനസ്സിലാകുകയില്ല. മഹാനായ ഉമർ മൗലവി റഹിമഹുല്ല അദ്ദേഹം ഇത്തരം സംവാദങ്ങൾക്കെതിരെ ശക്തമായി എതിരായിരുന്നു. അദ്ദേഹം അതിനെതിരായിരുന്നു. ഇതുകൊണ്ട് യാതൊരു ഉപകാരവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരിഹി വമൻ വഖഫ ഫീഹി ഫഖാല ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബിമഖ്ലൂഖിൻ വഇന്നമാ ഹുവ കലാമുല്ലാഹ് ഫഹാദാ സാഹിബു ബിദ്അത്തിൻ മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖിൻ വഇന്നമാ ഹുവ കലാമുല്ലാഹി ലൈസ ബിമഖ്ലൂഖ്. ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ചില മസായിലുകളാണ്. ചില ആളുകൾ ഖുർആൻ അതിൻ്റെ ലഫ്ള് മഖ്ലൂക്കാണ്, അതിൻ്റെ ലഫ്ള് മഖ്ലൂക്കാണ് എന്ന രൂപത്തിൽ ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ്, ഞാൻ ഖുർആൻ പറയുന്ന ഈ ലഫ്ള് മഖ്ലൂക്കാണ് എന്ന രൂപത്തിൽ ചില സംസാരങ്ങളൊക്കെ നടത്താറുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല, രണ്ടിനും സാധ്യതയുള്ളൊരു വാക്കാണ്. അപ്പം അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അവനും നേരത്തെ ഖൽഖുൽ ഖുർആൻ്റെ വാദമുള്ളതവൻ. അതിപ്പോൾ നമ്മൾ പറയുന്ന സമയത്ത് ഇപ്പം ഞാനൊരു ഖുർആൻ്റെ ഒരു ആയത്ത് ഓതുകയാണ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ഈ ലഫ്ള് ഞാനല്ലേ പറഞ്ഞത്, എൻ്റെ തൊണ്ടയിൽ നിന്നാണ് വന്നത്. അപ്പം എൻ്റെ ഈ ലഫ്ള് എന്താണ്? അത് മഖ്ലൂക്കാണ്. ലഫ്ളി ബിൽ ഖുർആനി മഖ്ലൂഖ് എന്ന് പറയും. കേൾക്കുന്ന ആൾക്ക് ശരിയാണ് എന്ന് തോന്നും. പക്ഷേ ഞാൻ ഇത് പറഞ്ഞാലും ഇത് യഥാർത്ഥത്തിൽ ഇതാര് സംസാരിച്ച വാക്കാണത്? ഇതെൻ്റെ സംസാരമാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇതെൻ്റെ വാക്കാണ് എന്ന് പറയുമോ? ഇല്ല. ഇപ്പോൾ ഒരു രാജാവ് എന്തെങ്കിലുമൊക്കെ ഒരു കത്ത് നമുക്ക് എഴുതി തന്നു, ആ കത്ത് നമ്മൾ നോക്കിയിട്ട് വായിച്ചിട്ട് ഇതെൻ്റെ വാക്കാണെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. അത് രാജാവിൻ്റെ വാക്കാണ്, ഞാൻ വായിച്ചതാണ്, അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ സംസാരമാകുന്നില്ല. ഇപ്പം ഞാൻ ആ വാക്ക് പറഞ്ഞതാണ്. ഇവൻ പറയുന്നത് രണ്ടിനും സാധ്യതയുള്ളൊരു വർത്താനാണ്, അത് മുഹ്തമലായ ഒരു വർത്തമാനമാണ്. എല്ലാ ബിദ്അത്തുകാർക്കുമുള്ളൊരു പ്രധാനപ്പെട്ട ഒരു അടയാളമാണ്. അവർ പറയുന്ന വാക്കുകൾ രണ്ടിനും സത്യമാണെന്ന് തോന്നാൻ സാധ്യതയുള്ള ചില വജ്ഹത്തിനുണ്ടാകും, ബാത്തിലാണെന്ന് തോന്നാൻ സാധ്യതയുള്ള ചില വജ്ഹും ചില രൂപവും അതിനുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത്തരംക്കാർ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അവരുടെ കള്ളി വെളിച്ചത്താക്കിക്കൊണ്ട് പറയണം. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് പറയുക, അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ അത് അള്ളാഹുവിൻ്റെ സംസാരമാണ്, കലാമാണത്.
അത് മഖ്ലൂഖല്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഇടയിൽ ലഫ്ലി ബിൽ ഖുർആനി മഖ്ലൂഖ്, എൻ്റെ ഈ പറയുന്ന, കാരണം ഇത് എൻ്റെ സംസാരമാണല്ലോ, ഇത് ഈ പറയുന്ന വ്യക്തി ഞാൻ ഇന്ന വ്യക്തിയാണ്, മുഹമ്മദാണ്, സെയ്ദാണ്, ഞാനാണ് പറയുന്നത്. അപ്പം എൻ്റെ സംസാരം, ഞാൻ പടപ്പാണ്, എൻ്റെ കൈ പടപ്പാണ്, ഇതൊക്കെ അള്ളാഹുവിൻ്റെ പടപ്പാണ്, എൻ്റെ പ്രവർത്തനങ്ങൾ പടപ്പാണ്, എൻ്റെ സംസാരം അള്ളാഹുവിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ്, അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് മഖ്ലൂക്കാണ് എന്ന രൂപത്തിൽ. പക്ഷേ ഇതുകൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഖുർആനും മഖ്ലൂക്കാണ് എന്ന് പറയാനുള്ള ഒരു ദ്വയാർത്ഥമാണ് ആ വാക്കിലുള്ളത്. അതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, വമൻ ഖാല ബിൽ ലഫ്ളി വഗൈരി വമൻ വഖഫ ഫീഹി ഫഖാൽ. പിന്നെ ചില ആളെന്ത് ചെയ്യും, ഇത്തരം വ്യക്തമായ ഖണ്ഡിതമായ തെളിവുള്ള വിഷയത്തിൽ ഞാൻ ഈ വിഷയത്തിലൊന്നും പറയില്ല എന്ന് പറയുന്നത് ശരിയായ അഭിപ്രായമല്ല. അവൻ പറയും ലാ അദ്രി മഖ്ലൂഖുൻ ഔ ലൈസ ബി മഖ്ലൂഖ്, സൃഷ്ടിയാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയുകയില്ല, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തത് കാര്യമാണ്. മറിച്ച് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വളരെ കൃത്യമായി ഇൻഷാ അല്ലാഹ് അതിൻ്റെ തെളിവുകളിലേക്ക് പോകുന്നുണ്ട്, പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വ ഇന്നമാ ഹുവ കലാമുല്ലാഹ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് മഖ്ലൂക്കാണോ ഗൈറു മഖ്ലൂക്കാണോ ഞാൻ പറയുന്നില്ല, കലാമുല്ലാഹ് അങ്ങനെയൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ ഫഹാദ സാഹിബു ബിദ്അത്തിൻ മിസ്ലു മൻ ഖാല ഹുവ മഖ്ലൂഖ്, മഖ്ലൂക്കാണെന്ന് പറയുന്ന ബിദ്അത്തുകാരനെ പോലെ തന്നെയാണ് ഇവൻ. അതാണ് ഇവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പറയേണ്ടത് വ ഇന്നമാ ഹുവ കലാമുല്ലാഹ് ലൈസ ബി മഖ്ലൂഖ്, അള്ളാഹുവിൻ്റെ സംസാരവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന് തന്നെ അവൻ പറയേണ്ടതുണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ഇത് വളരെ ജഹ്മിയാക്കൾക്കിടയിലും മുഅ്തസിലിയാക്കൾക്കിടയിലും അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ഖുർആനിനെയും സുന്നത്തിനെയും മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള വലിയൊരു ബിദ്അത്തായിരുന്നു അത്. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിലാണ് ഇതിനേറെ പ്രസിദ്ധിയാർജിച്ചത്. അപ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകളെ, വിശേഷണങ്ങളെ നിഷേധിച്ച് ഇതൊന്നും അള്ളാഹുവിനില്ല എന്ന് പറയുന്ന ആളുകളാണ് ജഹ്മിയാക്കൾ, മുഅ്തസിലിയാക്കൾ, ഈ പറയുന്ന ആളുകൾ. അതുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഇത് അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇതിൽ മാറ്റത്തിരുത്തലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ പല അതുകൊണ്ടുണ്ടാകുന്ന സഹോദരങ്ങൾ അപകടങ്ങളുണ്ട്. അതിനവർ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ള കാര്യമാണ് ഇത് അള്ളാഹുവിൻ്റെ സംസാരമല്ല എന്ന് പറയാൻ. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഇത് അള്ളാഹിൻ്റെ സംസാരമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹു സംസാരിക്കുമെന്നുള്ള കാര്യം സൂറത്തു നിസായിൽ പറഞ്ഞിട്ടുണ്ട്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോട് ഒരു സംസാരം തന്നെ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്തരം ആയത്ത് കാണുമ്പോൾ അതിനെയും ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അഥവാ ഇത് വേണമെങ്കിൽ ഭാഷാപരമായിട്ട് ഇതിന് ഹറക്കത്തൊന്നും ഉണ്ടാവുകയില്ല. അവർക്ക് വേണമെങ്കിൽ വകല്ലമ അല്ലാഹ മൂസ തക്ലീമ, മൂസ അള്ളാഹിനോട് സംസാരിച്ചു എന്ന രൂപത്തിലൊക്കെ അവർ അതിനെ ദുർവ്യാഖ്യാനിച്ചിരുന്നു. കാരണം ഹറക്കത്ത് പിന്നീട് ഉണ്ടായിട്ടുള്ളതല്ലേ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ദുർവ്യാഖ്യാനിക്കാം. ആദ്യം ക്രിയ കഴിഞ്ഞതിന് ശേഷം അവിടെ ആദ്യം മഫൂലു ബിഹി കൊണ്ടുവച്ചു, പിന്നെ ഫായില് പറഞ്ഞതാണ് എന്ന രൂപത്തിലൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന സംസാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റിടത്ത് പറഞ്ഞിട്ടുണ്ട്, വലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു. ഇവിടെ അവർക്ക് പിന്നീട് ആ ഭാഷാപരമായ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെ കല്ലമഹു എന്ന് പറഞ്ഞാൽ ഹു, അവനോട് സംസാരിച്ചു എന്നാണ്. പിന്നീട് റബ്ബുഹു എന്നേ വായിക്കാൻ പാടുള്ളൂ, റബ്ബഹു എന്ന് വരികയില്ല. വകല്ലമഹു റബ്ബുഹു, അവൻ്റെ റബ്ബ് അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റബ്ബ് അള്ളാഹു മൂസയോട് സംസാരിച്ചു എന്ന് വളരെ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാഹു സംസാരിക്കും എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ന്യൂനതയല്ല, അത് പൂർണ്ണതയാണ്. സംസാരിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ന്യൂനത. പലപ്പോഴും ഖുർആൻ വിഗ്രഹങ്ങളുടെ ന്യൂനതയായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യം അവരൊന്നും സംസാരിക്കുകയില്ല എന്നുള്ളതാണ്. അവർക്ക് സംസാരിക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യത്തിന് സംസാരിക്കാൻ സാധിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ന്യൂനത. അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നവനാണ്. അവനുദ്ദേശിക്കുന്ന സമയത്ത് അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ കാണുന്ന ഖുർആൻ, നമ്മുടെ 30 ജുസ് നമ്മുടെ കയ്യിലുള്ളത്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല എന്ന കാര്യം ഒരാൾ സഹോദരങ്ങളെ വളരെ കൃത്യമായി തന്നെ പഠിച്ചു മനസ്സിലാക്കി പറയേണ്ടതുണ്ട്. മഹാന്മാരായ മുൻഗാമികൾ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ പറഞ്ഞത് കാണാൻ സാധിക്കും, മൻ സഅമ അന്ന ഖൗലല്ലാഹി അസ്സ വജൽ യാ മൂസ ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം മഖ്ലൂഖ്. അദ്ദേഹം ഖുർആനിൽ ഒരു ആയത്ത് എടുത്ത് ഉദ്ധരിച്ചതാണ്. ആരെങ്കിലും അള്ളാഹുവിൻ്റെ ഈ വാക്ക്, യാ മൂസ, ഓ മൂസ, ഇന്നഹു അനല്ലാഹ്, തീർച്ചയായും ഞാൻ അള്ളാഹുവാണ്, അൽ അസീസുൽ ഹകീം, പ്രതാപശാലിയായ യുക്തിമാനായ അള്ളാഹുവാണ് ഞാൻ എന്നുപോലെയുള്ള വാക്കുകളൊക്കെ ആരെങ്കിലുമൊക്കെ, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ആയത്ത് എടുത്തു കൊടുത്തു എന്ന് മാത്രം, ആരെങ്കിലും അത് അള്ളാഹുവിൻ്റെ സംസാരമല്ല എന്നൊരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ, അത് മഖ്ലൂക്കാണെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ, സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, ഫഹുവ കാഫിറുൻ സിന്ദീഖുൻ ഹലാലുൻ ദമുഹ്, അവൻ കാഫിറാണ്, അവൻ ദീനിൽ നിന്ന് പുറത്തുപോയവനാണ്,
ഒരു ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ അവൻ്റെ രക്തം അനുവദനീയവുമാണ് എന്ന രൂപത്തിൽ അത്രയും ഗൗരവമുള്ള വാക്കാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. സുഫിയാൻ സൗരി റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൽ ഉദ്ധരിക്കപ്പെട്ടത് കാണാം, മൻ ഖാല ഇന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് സൂറത്തുൽ ഇഖ്ലാസിലെ 1-2 ആയത്തുകൾ ഓതിയതിനു ശേഷം ഇതാരെങ്കിലും മഖ്ലൂഖാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. അഥവാ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നവൻ കാഫിറാണെന്നാണ് പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ല പറഞ്ഞു, മൻ ഖാല അൽ ഖുർആനു മഖ്ലൂഖുൻ ഫഹുവ സിന്ദീഖ്, ആരെങ്കിലും ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ദീനിൽ നിന്നും പുറത്തുപോയവനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സഹോദരങ്ങളെ കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് റഹിമഹുല്ല അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, യാ അബാ മുഹമ്മദ് ഇന്ന ഖിബ്ലനാ നാസുൻ യഖൂന അൽ ഖുർആനു മഖ്ലൂഖുൻ, ഓ അബു മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്, നമ്മുടെ ഇടയിൽ ചില ആളുകളുണ്ട്, അവർ പറയുന്നുണ്ട് ഖുർആൻ സൃഷ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മിനൽ യഹൂദ്, യഹൂദികളാണോ? അദ്ദേഹം പറഞ്ഞു ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, മിനൻ നസാറ, നസാറാക്കളാണോ അദ്ദേഹം പറയുന്നത്? ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഫമിനൽ മജൂസ്, അങ്ങനെയെങ്കിൽ മജൂസികളാണോ ഈ പറയുന്നത്? അയാൾ പറഞ്ഞു അല്ല. ഫമിമ്മൻ, പിന്നെ ആരുടെ അടുക്കൽ നിന്നാണ് ചോദിച്ചു? അദ്ദേഹം പറഞ്ഞു ഖാല മിനൽ മുവഹിദീൻ, തൗഹീദുള്ള ആളുകളാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഖാല കദബു, അവർ കളവാണ് അവർ പറഞ്ഞത്. ലൈസ ഹൗലായി ബിമുവഹിദീൻ, അവർ മുവഹിദീങ്ങളൊന്നുമല്ല, ഹൗലായി സനാദിഖ, അവർ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള സിന്ദീഖുകളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിക്കേണ്ടായി, വഖറവ ഇബ്നു ഇദ്രീസ്, അദ്ദേഹം അത് അബ്ദുല്ലാഹി ഇബ്നു ഇദ്രീസ് ഓതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതൊക്കെ ഓതിയിട്ട് ചോദിച്ചു, ഫഖാല അല്ലാഹു മഖ്ലൂഖ്, അള്ളാഹു മഖ്ലൂഖാണ്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണത്. വറഹ്മാനുർ റഹീം, മഖ്ലൂഖ്, ഇതൊക്കെ മഖ്ലൂഖാണോ? ഹൗലായി സനാദിഖ, ദീനിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ മഹാനായ അബൂബക്കർ ഇബ്നു അയ്യാഷ് റഹിമഹുല്ല പറഞ്ഞത് കാണാം, മൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഖദ് ഇഫ്തറ അലല്ലാഹി അസ്സ വജൽ, ആരെങ്കിലും ഖുർആൻ മഖ്ലൂഖാണെന്ന്, സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് സഹോദരങ്ങളെ വാക്കുകൾ കാണാം. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ അർ റഷീദ്, വളരെ അറിയപ്പെട്ടിട്ടുള്ള വലിയ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭരണാധികാരിയായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അമീറുൽ മുഅ്മിനീൻ ഹാറൂൻ അർ റഷീദ് റഹിമഹുല്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബലഗനി അന്ന ബിശ്റുൽ മിരീസി യസ്അമു അന്ന ഖുർആന മഖ്ലൂഖ്. ബിശ്റുൽ മിരീസി എന്ന് പറയുന്നത് വലിയൊരു മുബ്തദിഅ, ഇയാൾ ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ലില്ലാഹി അലയ്യ ഇൻ അൾഫറനി ബിഹി ഇല്ലാ ഖതൽതുഹു ഖിത്ലതൻ മാ ഖതൽതുഹു അഹദൻ ഖത്തു, അവൻ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടുകയില്ല, ഇതുവരെ ഒരാളെയും കൊലപ്പെടുത്താത്ത രൂപത്തിൽ അവൻ ഞാൻ കൊന്നുകളയുമായിരുന്നു എന്ന് ഭരണാധികാരിക്ക് അത് പറയാം. അദ്ദേഹം അത് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതേപോലെ ഒരുപാട് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാണ്, അൽ ഖുർആനു കലാമുല്ലാഹി അസ്സ വജൽ, ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമാണ്. മൻ ഖാല മഖ്ലൂഖുൻ ഫഹുവ കാഫിർ, ആരെങ്കിലും സൃഷ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ കാഫിറാണ്. വമൻ ശക്ക ഫി കുഫ്രിഹി ഫഹുവ കാഫിർ, ഖുർആൻ സൃഷ്ടിയാണെന്ന് പറയുന്നവന്റെ കുഫറിൽ ഒരാൾക്ക് സംശയമുണ്ടെങ്കിൽ അവനും കാഫിറാണ് എന്ന് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ല പറയുന്നുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു മഹ്ദി റഹിമഹുല്ല, ഇതൊക്കെ സഹോദരങ്ങളെ മുൻഗാമികളായ അഹ്ലുസുന്നത്തിന്റെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. അദ്ദേഹം പറയാൻ, ലൗ കാന ലി മിനൽ അംരി ഷൈഉൻ ലഖുംതു അലൽ ജിസ്രി ഫലാ യമറു ബി അഹദുൻ മിനൽ ജഹ്മിയ്യ ഇല്ലാ സഅൽതു അനിൽ ഖുർആൻ, എനിക്കെങ്ങാനും സാധിക്കുമായിരുന്നെങ്കിൽ ഞാനൊരു പാലം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഏതെങ്കിലുമൊക്കെ ഒരു ജഹ്മിയായ, അതോ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആൾക്കാരാണ്, അവർ പോകുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ഓരോരുത്തരോടും ഖുർആനിനെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യും. ഫൈൻ ഖാല ഇന്നഹു മഖ്ലൂഖ്, അവനെങ്ങാനും ഇത് മഖ്ലൂഖാണെന്ന് പറയുകയാണെങ്കിൽ ദറബ്തു റഅസഹു വറമൈതു ബിഹി ഫിൽ മാ, അവൻ്റെ തലക്കൊരു അടി കൊടുത്ത് ഈ പുഴയിലേക്ക് ഞാൻ വലിച്ചെറിയും എന്ന് അദ്ദേഹം പറയാം. ഇതൊക്കെ സഹോദരങ്ങളെ ഉദ്ധരിച്ച് പറഞ്ഞു തരുന്നത്, ഇങ്ങനെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്ര കൃത്യമായി മുഹമ്മദ് റഹ്മത്തുള്ളാഹിന്റെ ഇത്ര പരീക്ഷണങ്ങളൊക്കെ ഏർപ്പെട്ടിട്ട് പോലും സഹോദരങ്ങളെ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളക്കണക്കിന് കാണാൻ പറ്റും. മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, മൻ ഖാല അൽ ഖുർആൻ മഖ്ലൂഖുൻ ഫഹുവ ഇൻദനാ കാഫിർ, ആരെങ്കിലും ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്നെങ്കിൽ നമ്മുടെ അടുക്കൽ അവൻ കാഫിറാണ്. ലിഅന്നൽ ഖുർആന മിൻ ഇൽമില്ലാഹി അസ്സ വജൽ, കാരണം ഖുർആൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവാണ്, അള്ളാഹുവിൻ്റെ അറിവാണ്, അവൻ സംസാരിച്ചതാണ്, അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ ഭാഗമാണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആരെങ്കിലും സഹോദരങ്ങളെ അത് മഖ്ലൂഖാണ്, സൃഷ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയല്ല എന്ന് പറയണം. ഇനി ഒരുപാട് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. ഇമാമിങ്ങൾ പറയണം, അത്തരക്കാരായ ആളുകളുടെ പുറകിൽ നിസ്കരിക്കാൻ പാടില്ല, അങ്ങനെ ആരെങ്കിലും നിസ്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ മടക്കി നിസ്കരിക്കണം. ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ സഹോദരങ്ങളെ ധാരാളം നമുക്ക് മഹാന്മാരായ മുൻഗാമികളിൽ നിന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം ഉദ്ധരിച്ചത് സഹോദരങ്ങളെ ഈ വിഷയം അത്രമാത്രം ഇജ്മാ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ സംശയമില്ലാത്തതായ ഒരു വിഷയമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ഇതിൽ ആരെങ്കിലും ഒക്കെ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അവൻ സംഭവിച്ചു പോകുന്നത് ചെറിയ തെറ്റല്ല.
അവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് പുറത്തു പോകുന്ന, അല്ല ഒരു വേള ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന വലിയ അപകടം പിടിച്ച വാദങ്ങളിലേക്കാണ് അവൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ശേഷം ഇമാം അവറുകൾ അടുത്ത മസ്അല പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾ കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അള്ളാഹുവിനെ കാണുക എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇമാം അഹ്മദ് റഹിമഹുല്ല പറയുന്നത്. ഖാല റഹിമഹുല്ലാഹു തആല വൽ ഈമാനു ബിർറുഇയതി യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ കാണുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ള വിഷയം കമാ റൂവിയ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അഹാദീസ് സിഹാഹ്, സഹീഹായ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടതുപോലെ വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് റഅ റബ്ബഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു. ഫഇന്നഹു മഅ്സൂറുൻ അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായി ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ ആ ഉദ്ധരണികളെ കുറിച്ച് അദ്ദേഹം പറയാൻ റവാഹു ഖതാദ അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ആ വിഷയത്തിലുണ്ട്. വറവാഹുൽ ഹക്ം ഇബ്നു ഇബാൻ അൻ ഇക്രിമ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് എന്ന മറ്റൊരു പരമ്പരയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. വറവാഹു അലി ഇബ്നു സെയ്ദ് അൻ യൂസുഫ് ഇബ്നു മിഹ്റാൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മറ്റൊരു തുർക്കും കൂടി മറ്റൊരു റിവായത്തും കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാണ് വൽ ഹദീസു ഇൻദനാ അലാ ളാഹിരിഹി, ഹദീസിൽ ബാഹ്യമായി എന്താണോ ഉള്ളത് അങ്ങനെ തന്നെയാണ് നമ്മുടെ അടുക്കിലേക്ക്, വേറെ വ്യാഖ്യാനമില്ല. കമാ ജാഅ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ വന്നതുപോലെ. വൽ കലാമു ഫീഹി ബിദ്അ, ഈ വിഷയത്തിലൊക്കെ ഇത്തരം സംസാരങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ബിദ്അത്താണ്. വലാകിൻ നുഅ്മിനു ബിമാ കമാ നുഅ്മിനു ബിഹി കമാ ജാഅ അലാ ളാഹിരിഹി വലാ നുനാദിറു ഫീഹി അഹദ, ഇതിലൊക്കെ ബാഹ്യമായി എന്താണോ വന്നത് അത് അതേപോലെ നമ്മൾ വിശ്വസിക്കും. ഈ വിഷയത്തിലൊന്നും ഒരാളോട് നമ്മൾ എന്തിനേർപ്പെടുകയില്ല, തർക്കവിതർക്കങ്ങൾക്ക് മുനാദറകൾക്ക് ഏർപ്പെടുകയില്ല എന്നാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങൾ കാണുമെന്ന് പറയുന്നുള്ള കാര്യം. മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകളിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അതിൽപ്പെട്ടതാണ് ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമർ ലാ തുലാമൂന ഫി റുഅയതിഹി, ഒരിക്കൽ ഒരു പൂർണ്ണ ചന്ദ്രനുള്ള ഒരു രാവിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. എന്നിട്ട് സ്വഹാബികളോട് ആദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ചന്ദ്രനെ കൃത്യമായി കാണുന്നില്ലേ? അതെ, അവർ കൃത്യമായി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുക തന്നെ ചെയ്യും. കമാ തറൗനൽ ഖമർ, നിങ്ങൾ ഈ ചന്ദ്രനെ ഇപ്പോൾ നേർക്ക് നേരെ കാണുന്നത് പോലെ ലാ തുലാമൂന ഫി റുഅയതിഹി, അതിന് തടസ്സം നിൽക്കുന്നതായിട്ടൊന്നുമില്ല. അതിൽ എത്ര ആൾക്കാരുണ്ടെങ്കിലും 10,000 ആൾക്കാരൊരു മൈതാനത്തുണ്ടെങ്കിലും ചന്ദ്രനെ കാണാൻ ആർക്കും ഒരു തടസ്സമില്ല, എല്ലാവരും നേർക്ക് നേരെ കാണുകയാണ്. അതേപോലെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വേറെ ചില റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനെ കുറിച്ചും പറയുന്നുണ്ട്. ഈ സൂര്യൻ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്, അതേപോലെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയില്ലാതെ നേർക്ക് നേരെ കാണാൻ സാധിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരുപാട് ഹദീസ് വന്നിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നക്കും സതറൗനഹു അയാന, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുകൊണ്ട് തന്നെ കാണുന്നതായിരിക്കും, മനസ്സുകൊണ്ട് അറിയുകയോ സ്വപ്നം കാണുകയോ അല്ല, കണ്ണുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. വളരെ പ്രസിദ്ധമായ ഇമാം മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് ഉണ്ട്, സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. അതിൽ കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചാൽ യഖൂലു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾ ഇനി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഞാൻ വർദ്ധിപ്പിച്ചു തരും. നോക്കൂ, അവർ ഈ ചോദ്യം വരുന്നത് സ്വർഗ്ഗത്തിലേക്ക് കയറി മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗത്തിലുള്ള സ്വർഗീയ അനുഭൂതികളൊക്കെ ലഭിച്ചു, അവർക്ക് ഒരുപാട് സ്വർഗീയ അനുഭൂതികളൊക്കെ ലഭിച്ച് അവരതിൽ മതിമറന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തുണ്ട്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ് ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ മുഅ്മിനീങ്ങൾ പറഞ്ഞു അലം തുബയ്യിദ് വുജൂഹന, റബ്ബേ നീ ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചു തന്നില്ലേ, അലം തുദ്ഖിൽനൽ ജന്നത വ തുൻജീന മിനൻ നാർ, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ഇനി ഇതിൽ പറഞ്ഞ് ഞങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് സന്തോഷത്തോടുകൂടി മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ. അപ്പോൾ ഫയുക്ഷഫുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കാണാതിരിക്കുന്ന ഒരു മറയുണ്ട്, ആ മറ അങ്ങ് നീക്കപ്പെടും. ഫമാഉതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം തബാറക വ തആല, അവർക്ക് ഇതുവരെ ലഭിച്ചത് അനുഗ്രഹങ്ങളെക്കാളും ഏറ്റവും മനോഹരമായ ഒരു അനുഗ്രഹമായിരിക്കും അള്ളാഹുവിനെ കാണുക എന്നുള്ള കാര്യം അവർക്ക് അനുഭവപ്പെടുക. അതായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം. കാരണം ഇതിനെല്ലാം പടച്ച റബ്ബിനെ അവർ കാണുകയാണ്. അതിനേക്കാളും മനോഹരമായ മാധുര്യമുള്ള മറ്റൊരു കാര്യവും സ്വർഗ്ഗത്തിൽ അവർക്ക് അനുഭവിക്കാനില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വർഗ്ഗത്തിൽ മുഅ്മിനീങ്ങൾക്ക് കാണാൻ
സാധിക്കുമെന്നുള്ളതിനുള്ള തെളിവുകളാണ്. ഖുർആനിലും ഹദീസിലും ഒരുപാട് തെളിവുകൾ സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മുൻഗാമികൾ വളരെ കൃത്യമായി അത്തരം ആയത്തുകളെയും ഹദീസുകളെയും തഫ്സീർ ചെയ്തത് കാണാം, വിശദീകരിച്ചത് കാണാം. പതിവായി ഓതി കേൾക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. വുജൂഹു യൗമ ഇദിൻ നാദിറ, അന്നേ ദിവസം മുഅ്മിനീങ്ങളുടെ മുഖം അത് പ്രസന്നമുള്ളതായിരിക്കും. അത് സുഖാനുഭൂതികൾ കൊണ്ട് അത് മുഖത്ത് തന്നെ കാണാൻ സാധിക്കുന്നതാണ്. നല്ല സുഖം ഒരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ മുഖത്ത് തന്നെ അതിൻ്റെ പ്രസന്നതയുണ്ടാകും. അങ്ങനെ ആ പ്രസന്നവതരായ മുഖങ്ങളുമായിട്ടാണ് അന്നേ ദിവസം മുഅ്മിനീങ്ങൾ ഉണ്ടാവുക. ഇലാ റബ്ബിഹാ നാദിറ, അവരവരുടെ റബ്ബിലേക്ക് നോക്കുന്നവരായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ മുത്തഫിഫീനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല കുഫാറുകൾക്ക് നാളെ ലഭിക്കുന്ന ഒരു ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. വേണ്ട, ഇന്നഹും അൻ റബ്ബിഹിം, അന്നേ ദിവസം കുഫാറുകൾ അവിടെ റബ്ബിൽ നിന്നും യൗമഇദിൻ ലമഹ്ജൂബൂൻ, അന്നേ ദിവസം അവർക്ക് ഹിജാബ് ഇടപ്പെടുന്നതാണ്, റബ്ബിനെ കാണുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കോപം കാരണത്താലാണ് മറയിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മഫ്ഹൂമുൽ മുഖാലഫ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക്, അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള ആളുകൾക്ക് അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുന്നതാണ് എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു ലില്ലദീന അഹ്സനു വൽ ഹുസ്ന വ സിയാദ, സുകൃതം ചെയ്ത ഭൂമിയിൽ നല്ലവരായി ജീവിച്ച ആളുകൾക്ക് അൽ ഹുസ്നയുണ്ട്, ഏറ്റവും നല്ല കാര്യമുണ്ട്, വ സിയാദ, സിയാദത്തുമുണ്ട് എന്ന മുൻഗാമികൾ വിശദീകരിച്ചു. അൽ ഹുസ്ന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗമാണ്. സുകൃതം ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്. സ്വർഗത്തിനോടൊപ്പം എന്താണ് സിയാദത്ത്? മുൻഗാമികൾ വിശദീകരിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക എന്നുള്ള കാര്യമാണ് അവിടെ സിയാദത്ത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം. ഇതിനൊരാളും നിഷേധിക്കാൻ പാടില്ലാത്തതാണ്. നാം നേരത്തെ പറഞ്ഞ ഇബാദികളായ ആളുകളും ഈ പറയുന്ന റവാഫിലുകളുമൊക്കെ റാഫിലിയാക്കളുമൊക്കെ ഇതിൽ പല കാര്യങ്ങളും നിഷേധിച്ച് തള്ളുന്ന ആളുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുകയില്ല എന്ന് പറയുന്നവരാണ്. മുൻഗാമികൾ തന്നെ ഇത്തരക്കാരെ കുറിച്ച് ശക്തമായി വിമർശിച്ചതൊക്കെ ധാരാളം നാം നേരത്തെ ഖുർആനിൻ്റെ വിഷയത്തിൽ ഉദ്ധരിച്ചതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. എന്നാൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ രണ്ടാമത്തൊരു മസ്അല ഈ വിഷയത്തിൻ്റെ ഇടയിലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് റുഅ്യത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു ഫിദ് ദുനിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്യം നമുക്കൊന്ന് കേൾക്കാം. വഅന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് റഅ റബ്ബഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ റബ്ബിനെ കണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാണാൻ പോകുന്നു എന്നല്ല, കണ്ടിരിക്കുന്നു എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വിഷയം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത്തഫഖ അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇമാമുമാർക്ക് ഇത്തിഫാഖുണ്ട്, ഏകാഭിപ്രായമുണ്ട്. അല അന്ന അഹദൻ മിനൽ മുഅ്മിനീന ലാ യറല്ലാഹു ബിഐനിഹി ഫിദ് ദുനിയാ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരാൾക്കും ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല ഇല്ലാ ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ എന്നാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില റിവായത്തുകൾ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് കൊടുത്തതുപോലെ 2-3 ത്വരീഖുകൾ, 3 സനദുകൾ, വ്യത്യസ്ത സനദുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ എത്തുന്നതായിട്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഇവിടെ കൊടുക്കുന്നുണ്ട്. എന്താണ് കൊടുത്തിട്ടുള്ളത്? ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ തഹ്കീക്ക് ചെയ്തുകൊണ്ട് പറയുന്നത് ഇത്തരം അസറുകളെക്കുറിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഥവാ നേർക്കുനേരെ കണ്ടു എന്ന് പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അങ്ങനെ നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നതായിട്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത്? കണ്ടു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നത് സ്ഥിരപ്പെട്ടതായിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ കണ്ടു എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൽബ് കൊണ്ട് അഥവാ സ്വപ്നത്തിലോ മറ്റോ കണ്ടതാണ് ഇവിടെ ഉദ്ദേശിക്കാനുള്ള കാര്യം. അതല്ലെങ്കിൽ മിഅ്റാജിൻ്റെ രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു എന്ന് പറയുന്ന ഹദീസുകളൊന്നും തന്നെ സ്ഥിരപ്പെട്ടിട്ടില്ല. മറിച്ച് തിരിച്ചാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ദുനിയാവിൽ ഒരാൾക്ക് അല്ലാഹുവിനെ കാണാൻ സാധിക്കുകയില്ല എന്നതാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തഅല്ലമു, നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക, അന്നഹു ലൻ യറ അഹദും മിൻകും റബ്ബഹു അസ്സ വജൽ ഹത്താ യമൂത്ത്, നിങ്ങൾ ഒരാൾക്കും
മരണം വരെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയില്ല എന്നാണ്. ദജ്ജാലുമായി ബന്ധപ്പെട്ടൊരു ഹദീസിൻ്റെ അവസാനത്തിൽ പറയുന്നതാണ്. ദജ്ജാൽ ഒറ്റ കണ്ണനാണ്, അവൻ റബ്ബാണെന്നൊക്കെ പറയും, വിശ്വസിക്കാൻ പാടില്ല. എന്നിട്ട് അവസാനം പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഒരിക്കലും റബ്ബിനെ നിങ്ങൾക്ക് മരിച്ച് കഴിയാതെ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദുനിയാവിൽ ആരെങ്കിലുമൊക്കെ ഞാൻ റബ്ബാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എന്ത് അത്ഭുതം കാണിച്ചു വന്നാലും ശരി, അത് റബ്ബല്ല. റബ്ബിനെ നിങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൽ റഅയ്ത റബ്ബക്, നേർക്കുനേരെയുള്ള ചോദ്യം. നബിയോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, താങ്കൾ അള്ളാഹുവിനെ കണ്ടുവോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, കണ്ടുവെന്നല്ല, നൂറുൻ അന്ന അറാഹ്, അത് പ്രകാശമാണ്, എങ്ങനെയാണത് കാണാൻ സാധിക്കുക? അന്ന എന്ന് പറയുന്നത് അത് വിദൂര സാധ്യതക്കാണ്, സാധിക്കുകയില്ല എന്നുള്ള രൂപത്തിലാണ് അത് പറയാറുള്ളത്. ഇതെങ്ങനെയാണ്? പ്രകാശമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശം കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ സാധിക്കുകയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹുവിനെ കാണാൻ സാധിച്ചിട്ടില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അത് പരലോകത്ത് വെച്ചിട്ട് മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന വലിയ ആസ്വാദനമാണ്. ഭൂമിയിൽ ഒരാൾക്ക് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 2 ഹദീസുകൾ നമ്മൾ വായിച്ചു. ഇതിൽ 2ലും അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. തീർന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റബ്ബഹ്, ആരെങ്കിലും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഹുവ കദ്ദാബുൻ ഔ ഫഖദ് കദ്ദബ്, അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻഗാമികളുടെ വാക്കുകളിൽ നിന്ന് കെദബ ഫുലാൻ കെദബ, ചിലപ്പോൾ നല്ല വ്യക്തിയെ കുറിച്ചിട്ടൊക്കെ കെദബ എന്ന് പറയും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഈ പറഞ്ഞ കളവ് പറഞ്ഞു എന്ന് പറയുന്നത്? അല്ല, പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അവിടെ പറയുന്നത് ഫഖദ് കദബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറയുന്നത് യഅനി ഫഖദ് അഖ്ത, അവന് തെറ്റുപറ്റി എന്നാണ് ആ വാക്കിന് അർത്ഥം. വഹാദ മഅനാഹു ഫി ലിസാനി സലഫ് റിദ്വാനുല്ലാഹി അലൈഹിം, സലഫുകളുടെ വാക്കുകളിൽ ഒരാൾ കദബ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായൊരു അർത്ഥം ഉദ്ദേശിക്കുന്നത് അഖ്ത, തെറ്റുപറ്റി എന്നാണ്. ഒരാളൊരു അബദ്ധം പറഞ്ഞതിനാലും കദബ് എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സ്വഹാബികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കദബ അബുസ്സനാബിൽ, അബുസ്സനാബിന് തെറ്റുപറ്റി എന്നാണ്. അതോ മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് കളവ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നല്ലവരായ ആളുകളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് കദബ് എന്ന് പറഞ്ഞാൽ അഖ്ത, അവൻ തെറ്റുപറ്റി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഇഷ്കാൽ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അവിടെ കണ്ടു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു അസർ കിടപ്പുണ്ടല്ലോ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് 3ഓളം സനദുകളോടുകൂടി ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട്, വലാ ശക്ക അന്നഹു സബത അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ബിതുറുഖ് അന്നഹു സുഹില ഹൽ റഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബ ഫഖാല നഅം. സംശയമില്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും 3ഓളം വ്യത്യസ്ത തരീഖിലൂടെ, വ്യത്യസ്ത പരമ്പരയിലൂടെ ഹദീസുകളുണ്ട്, അസറുകളുണ്ട്. അതിലൊക്കെ ചോദിക്കപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതെ എന്ന് പറയുന്നുണ്ട്. ലാക്കിൻ മാ മഖ്സൂദു, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം പറയുന്നു, മഖ്സൂദുഹു ബിഹാദാ അൽ ഇജ്മാൽ, ഇത് ഇജ്മാലാണ്, മൊത്തത്തിൽ കണ്ടു എന്നേ പറയുന്നുണ്ട്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ തന്നെ അദ്ദേഹം അതിനെ വ്യക്തമായി വിശദീകരിക്കുന്ന അസർ അത് ഇമാം മുസ്ലിം തന്നെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. റആഹു ബിഫുആദിഹി മറത്തൈൻ, ഖൽബ് കൊണ്ട് 2 പ്രാവശ്യം കണ്ടു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞത് ഇജ്മാലായിട്ടാണ്, റഅ എന്നേ പറയുന്നുള്ളൂ, കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറയുന്നില്ല, മറിച്ച് കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ ആ പറഞ്ഞ വാക്യത്തെ വിശദീകരിക്കുന്നു, റആഹു ബിഫുആദിഹി മറത്തൈൻ, ഖൽബ് കൊണ്ട് 2 പ്രാവശ്യം കണ്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഉദ്ദേശിച്ചത് കണ്ണുകൊണ്ട് കണ്ടു എന്നല്ല, മറിച്ച് അത് ഹൃദയം കൊണ്ട് കണ്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇമാം അഹ്മദ് റഹിമഹുല്ലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഅ റബ്ബഹു ബിഐനിഹി എന്ന് പറഞ്ഞിട്ടില്ല, റഅ റബ്ബഹു, റബ്ബിനെ കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ദേശിച്ചതും അതാകാൻ മാത്രമേ സാധ്യതയുള്ളൂ. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും സ്ഥിരപ്പെട്ട കാര്യമാണ് റഅ റബ്ബഹു മറത്തൈനി ബിഫുആദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പ്രാവശ്യം കൽബ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു എന്നാണ്. അപ്പോൾ ഭൂമിയിൽ ഒരാൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല, ഖൽബ് കൊണ്ട് കാണാൻ സാധിക്കും, സ്വപ്നത്തിലോ മറ്റോ കാണാൻ സാധിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇമാം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് 2 വ്യത്യസ്തമുള്ള അഭിപ്രായങ്ങൾ വന്നാൽ, ഒന്ന് മുജ്മലായിട്ടാണ്, മൊത്തത്തിൽ കണ്ടു എന്ന് പറയുന്നു, രണ്ടാമത്തേത് ഖൽബ് കൊണ്ട് കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ സംസാരത്തെ ഇതുകൊണ്ടാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അസർ നമ്മൾ വായിച്ചു, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടിട്ടുള്ള ഹദീസുകൾ വായിച്ചു. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്ന കാര്യം സഹോദരങ്ങളെ, ദുനിയാവിൽ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ
കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല എന്നാണ്. ദുനിയാവിൽ ഒരാൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ പരലോകത്ത് വെച്ച് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവിടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യും. അത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടുന്ന മഹാഭാഗ്യവാന്മാരിൽ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ ഉൾപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തടസ്സം നിൽക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നമുക്കതിൽ നിന്നെല്ലാം രക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹു തആല അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അവൻ തുറവി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.